10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അനുജത്തിമാരോടും അനുജന്മാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ എന്താ പറയുക മോട്ടിവേഷനൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട്. ഞാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസിന് പുറത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച സമയത്ത് വരുത്തി വെച്ച മിസ്റ്റേക്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുത്താതിരിക്കാൻ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ ലൈഫൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന തോന്നുന്ന കുറച്ച് ടിപ്സാണ്. നിങ്ങൾക്ക് സഹായം ആവുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സമയം കളയാനില്ല, വേഗം പറയാം. ഇപ്പോൾ പേരൻസ് ആണ് കാണുന്നുണ്ടെങ്കിലും കുട്ടികളോട് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഇത് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ SSLC പ്ലസ് ടു പിന്നെ ഡിഗ്രിയും ഒരു എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും സ്കൂളിൽ നിന്നൊക്കെ പറയുന്നുണ്ടാവും ടി വി കാണരുത്, മൊബൈൽ നോക്കരുത്, റീൽസ് കാണരുത് എന്നൊക്കെ. ശരിയാണ്. എന്താ പറയുക, കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും നല്ലത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തായാലും എല്ലാവരുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവും. കാരണം എല്ലാവരും നല്ല ലക്ഷ്യമുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾസോ എന്താ ഒരു ന്യൂസ് നോക്കരുത്. ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കാരണം SSLC ഒന്നും കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ പോകുന്നില്ല. PSC പഠിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ റീൽസിലും ട്രോളിലും എന്ത് ട്രോളാണ് ഇപ്പോൾ വന്നേ, ഏത് സിനിമ ഇറങ്ങി, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ പുറം ലോകത്ത് നടക്കുന്നത്, അതായത് നിങ്ങളെ ബാധിക്കാത്ത എന്റർടൈൻമെന്റ് ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പം അന്വേഷിക്കേണ്ട. നിങ്ങൾക്ക് വെക്കേഷൻ സമയത്ത് വരുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാലോ, നോക്കാലോ. അപ്പോൾ ഈ ഒരു 2 മാസം അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ മാസം മാർച്ചിലെ എക്സാംസ് ഏകദേശം തീരുമല്ലോ, അതുവരെയെങ്കിലും നിങ്ങൾ ഇപ്പോൾ പുറം ലോകത്തേക്ക് നോക്കരുത്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലോട്ടും അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഫാമിലിയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ മാത്രം അധികം അതിനും ബോധമൊന്നും ചെയ്യേണ്ട. കാരണം എല്ലാം താൽക്കാലികമാണ്, ടെമ്പററി പ്രശ്നങ്ങളായിരിക്കാം. ഇനി പെർമനന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും. കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം ഇപ്പോൾ നോക്കണ്ട. കാരണം നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നോക്കാം എന്നൊരു മൈൻഡ് സെറ്റ് വയ്ക്കുക. വേറെ ഒന്നും അല്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ഫാമിലിയും നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. കാരണം നിങ്ങൾ SSLC ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം ലൈഫിൽ ഇമ്പോർട്ടന്റ് സ്റ്റേജ് തന്നെയാണ് ഇത്. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് ഇതുകൊണ്ട് ജീവിതം തീരുമെന്ന് വിചാരിക്കരുത്. ആ ഒരു മൈൻഡ് സെറ്റ് എടുത്ത് കളയാ. നിങ്ങൾ ഗ്രേഡിലും മാർക്കിലും ഒന്നും ഓവറായിട്ട് കോൺസെൻട്രേറ്റ് എനിക്ക് കിട്ടുമോ എന്നൊന്നും ചിന്തിച്ചിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഫാമിലി ഫംഗ്ഷൻസ്, മൂവീസ് ഒക്കെ ഒരു ലിമിറ്റ് ചെയ്യാം. ഇപ്പോൾ മൂവീസ് ഒന്നും ഒട്ടും കാണണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില മോട്ടിവേഷണൽ സീൻസ് ഒക്കെ നമുക്ക് കണ്ട ഇൻസ്പിറേഷൻ കിട്ടും എന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അല്ലാതെ ഒരു 3-2 മണിക്കൂർ സിനിമയൊക്കെ കണ്ട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സിനിമയുടെ പ്രധാനപ്പെട്ട പാർട്ട് മാത്രം വേണമെങ്കിൽ നോക്കിക്കോ. മോട്ടിവേഷന് വേണ്ടി മാത്രം മോട്ടിവേഷൻ മൂവീസ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് താരേ സമീൻ പർ ഇല്ലേ, അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു. മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഇരുന്ന് കാണുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. അതിന്റെ ക്ലൈമാക്സ് സീൻ ഇല്ലേ, അതൊക്കെ ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് കൊണ്ട്. പിന്നെ ഉദാഹരണം സുജാത, അതൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമ ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അതെടുത്ത് കാണണമെന്നൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നുള്ളൂ. മോട്ടിവേഷൻ സീൻസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കാണാം. അത് കിട്ടുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുമെങ്കിൽ. പിന്നെ എന്താ, ഫാമിലി ഹെൽത്ത്, നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ അകന്നിരിക്കണം എന്നല്ല, നന്നായിട്ട് ഫാമിലി ടൈം ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ വൈകുന്നേരം ആണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരോടും ചിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, അവരൊക്കെ ഒന്ന് ഹഗ് ചെയ്യുക, മാക്സിമം ചിരിക്കുക, സന്തോഷിക്കുക. ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുക ജേണി. ഇതെന്ന് പറയുന്നത് ടെൻഷൻ അടിച്ചിട്ട് എന്തോ വലിയ സംഭവമായിട്ട് 24 ഒരു 15 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല. സ്റ്റഡി ലീവൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്ത് ആ ഒരു ജേണിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഈ ലൈഫും ചെയ്തെന്നൊക്കെ പറയുന്നത്. ഗ്രേഡിലേക്ക് നമ്മൾ എത്തണം, മാർക്കിലേക്ക് എത്തണം. അതിനപ്പുറം ടീച്ചേഴ്സും പേരൻസും ഒക്കെ പലതും പറയും നിനക്ക് കിട്ടും അല്ലെങ്കിൽ നിനക്ക് കിട്ടും. അവരുടെ എക്സ്പെക്ടേഷൻസ് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ മാത്രം ഒന്ന് വിശ്വസിച്ച് ചെയ്താൽ മതി. പിന്നെ നല്ല ഫുഡ്, കുറച്ച് ഇൻവെസ്റ്റ് എന്തായാലും ഫാമിലി നല്ല ഫുഡ് തരും. പക്ഷേ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാൻ ഞാൻ കുറച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബദാമൊക്കെ സോക്ക് ചെയ്ത് കഴിക്കുക, നല്ല മിൽക്ക്, അലർജി ഇല്ലാത്തവർക്ക് മിൽക്ക് കാര്യങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ്, ഷുഗർ ഒക്കെ മാക്സിമം ഒന്ന് കുറയ്ക്കുക കേട്ടോ. ഷുഗർ ബ്രെയിന് വലിയ നല്ലതല്ല. ഷുഗർ കുറയ്ക്കുക, പക്ഷേ അധികം ഷുഗർ ഇല്ലാതെ നല്ല ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കഴിച്ചു. അതൊക്കെ നമ്മുടെ ഡോപ്പമിൻ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ്. എന്ന് വിചാരിച്ച് ഓവറായിട്ട് കഴിക്കരുത്. ഒരു ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് ഇടയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ഇത്ര പോർഷൻസ് തീർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒരു 2-3 കഷ്ണമൊക്കെ കഴിക്കും. അങ്ങനെ ഒരു റിവാർഡൊക്കെ വെച്ച് കഴിക്കും. എന്തെങ്കിലും തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്ക് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് അമ്മയോട് ചോദിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഗോൾ വെച്ചിട്ട് ചെയ്യുക. നല്ല ഫുഡ് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന് നന്നായിട്ട് ഫാമിലിനോട് പ്രത്യേകം ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാം. കുറച്ച് ദിവസങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ. ആ സമയത്ത് എന്തായാലും നല്ല ഫുഡ് കഴിക്കണം, ഹെൽത്തി ആയിട്ട്, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മൂഡൊക്കെ ഒന്ന് നല്ല ബാലൻസ്ഡ് ആയിട്ട് നിർത്താൻ സഹായിക്കുന്നതാണ് നല്ല ഹെൽത്തി ഫുഡ്. പിന്നെ എന്ത് ചെയ്യും, മാക്സിമം ടെൻഷൻ കുറയ്ക്കുക, സ്ട്രെസ് കുറയ്ക്കുക. ഇതൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കൂടുന്ന സമയമാണ്. ഇപ്പോൾ അധികം ഫാമിലി ടീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് പ്രഷർ തരുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രഷർ എന്ന് പറയുന്ന എന്താ, ഒരു A+, 10A+ വാങ്ങണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം അത്രയും ഫോഴ്സ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അറിയാം, ഫോണും കാര്യങ്ങളും ഒന്നും കൂടി അറിയാം. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ മാർക്കിന്റെ പേരിൽ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ മാക്സിമം നിങ്ങളുടെ ഈ ഒരു കഴിവിൽ, ഈ ഒരു ലിമിറ്റഡ് ഓഫ് ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ച് എഴുതാനായിട്ട് നോക്കുക. പേരൻസ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് അവരെ ഒപ്പം നിർത്താൻ, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് സംസാരിക്കുക, എൻജോയ് ചെയ്യുക. കോമ്പറ്റീറ്റീവ് മൈൻഡിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് PSC പോലെയൊന്നുമല്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് നിന്നല്ല പഠിക്കുന്നത്. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലോട്ട് പോവുക, അത്രേ ഉള്ളൂ.